सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां सकलनिगमगीतां ब्रह्मविद्यां विशुद्धां निजगुरुरमणेष्टां शङ्कराचार्यकुष्टां ददति करुणया ये प्रौढगम्भीरवाचा रमणचरणतीर्थान् देशिकान् तान् नमामः। हृदयकुहरमध्ये केवलं ब्रह्ममात्रं हि अहमहमिति साक्षादात्मरूपेण भाति। हृदि विषमनसा स्वं चिन्वदा मज्जदा वा पवनचलनरोधादात्मनिष्ठो भवत्वं शारदा शारदाम्बोजवदनावदनाम्बुजे सर्वदा सर्वदास्माकं सन्निधिं सन्निधिं क्रियात्। हरि ओम। ലളിതാ സഹസ്രനാമ സ്തോത്ര വിചാരമാണ് നമ്മൾ ഒരു തപസ് രൂപത്തിൽ ഇപ്പോൾ നടത്തി വരണത്. സഹസ്രനാമം അത് നിത്യപാരായണത്തിൽ വയ്ക്കുന്നത് തന്നെ ഒരു തപസ്സാണ്. കാരണം എന്തൊക്കെയോ നമ്മൾ പേരിട്ട് വിളിക്കണോ, പല വിഷയങ്ങൾ പറയണോ. ഒരു 15-20 മിനിറ്റ് നിത്യേന മുടങ്ങാതെ അതൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു സ്ഥലത്ത് തന്നെ ഇരുന്ന് ചെയ്താൽ അതിന് വളരെയധികം ഗുണങ്ങളുണ്ടാവും. എന്നുവെച്ചാൽ ആ ഭഗവതിയുടെ നാമത്തിൽ നമ്മൾ കുറച്ച് നേരമെങ്കിലും എൻഗേജ്ഡ് ആവണം. ജപം അവിടെ നടക്കണം. ഭഗവാൻ രമണ മഹർഷി ഉപദേശസാരത്തിൽ ഏറ്റവും തുടക്കക്കാർക്ക് എന്ത് ചെയ്യണം അല്ലേ, പൊതുവിൽ അധ്യാത്മത്തിൽ എന്തൊക്കെയോ നമുക്ക് ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഒന്നും അറിയില്ല. എന്താ ചെയ്യേണ്ടത്, ആദ്യം എങ്ങനെയാണ് ജപിക്കേണ്ടത്, ഒരു സാധനാരൂപത്തിൽ എങ്ങനെ ചെയ്യണം എന്നതിൻ്റെ ഒരു ഉദാഹരണം ഭഗവാൻ രമണ മഹർഷി ഉപദേശസാരത്തിൽ പറയുന്നുണ്ട്. ഉത്തമസ്തവാദ് ഉച്ചമന്തതഃ ചിത്തജം ജപ ധ്യാനമുത്തമം. ഉത്തമസ്തവാദ്, ഉത്തമം എന്ന വാക്കിന് ഈശ്വരൻ എന്നർത്ഥം. ഈശ്വരൻ്റെ സ്തവം, സ്തവം എന്ന് പറഞ്ഞാൽ സ്തോത്രം എന്നർത്ഥം, സ്തുതിപ്പ് എന്നർത്ഥം. ആ സ്തുതിപ്പ് എന്താ, നാമങ്ങൾ. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ 1000 നാമത്തിലും ഇരിക്കുന്നത് ഒരേ പരമേശ്വരി തന്നെയാണ്, ഒരേ ലളിതാംബിക തന്നെയാണ്. അത് 1000 നാമമിട്ട് നമ്മൾ വിളിക്കണം. പക്ഷെ പൊരുൾ എന്താണെന്ന് വെച്ചാൽ ഒരേ ഒരു പൊരുളാണ്. ഈ നാമം രൂപം ഒക്കെ എടുത്തു മാറ്റിയില്ല. ഇപ്പോൾ ജലം, ആരായുകിൽ തിരയും നീരായിടും, അലയും അലയും നീരായിടും, കുടവും പാരായിടും, ഭണവും നാരായിടും. ആരാഞ്ഞു നോക്കിയാൽ നമുക്കറിയാം ഈ തിരമാല, അലകൾ, ചുഴികൾ ഒക്കെ പറയണത് എന്താണെന്ന് വെച്ചാൽ അതിൽ വാസ്തവത്തിൽ എന്തുണ്ട്, ജലം. പക്ഷെ ആരാഞ്ഞു നോക്കിയാൽ അതിന് അന്യമില്ലാത്തൊരു പൊരുൾ എന്താണെന്ന് വെച്ചാൽ ജലമാണ്. അതുപോലെ ഈ നാമരൂപങ്ങളിലൊക്കെ അന്യമില്ലാത്ത ഒരു പൊരുൾ ശുദ്ധ ചൈതന്യമാണ്. ആ ഒരേ ഒരു ചൈതന്യത്തിനെ കുറിക്കാനുള്ള നാമങ്ങളാണ് ഇത് 1000 നാമങ്ങൾ. അപ്പോൾ 1000 നാമങ്ങൾ എടുത്തു വെച്ച് ജപിക്കാം. ജപം ഒരു നിത്യേന നിയമേന നമ്മൾ ഒരു ലളിതാ സഹസ്രനാമം തെറ്റാതെ പാരായണം ചെയ്യലും അല്ലേ. നമ്മൾ തന്നെ ആരെങ്കിലുമൊക്കെ തെറ്റി പേര് വിളിച്ചാൽ നമുക്ക് ദേഷ്യം വരുമോ? പൊതുവിൽ ദേഷ്യം വരും. അതുകൊണ്ട് ആദ്യമൊന്നും പ്രശ്നമൊന്നുമില്ല. വർഷങ്ങളായിട്ട് തെറ്റി വിളിച്ചാൽ പിന്നെ പ്രശ്നം വരും. ആദ്യമൊക്കെ ഒരാളെ വേണ്ടിയിട്ട് തെറ്റി പേര് വിളിച്ച് നമ്മളൊന്ന് തിരുത്തും അല്ലേ. അപ്പോൾ ദേവി വിദ്യാസ്വരൂപിണിയായിട്ട് ഏതെങ്കിലും ഗുരുനാഥൻ്റെ രൂപത്തിൽ വന്നിട്ട് ഇങ്ങനെ തിരുത്തി പറയും. അപ്പം നമ്മൾ വരുന്നത് അയ്യോ ലളിതാ സഹസ്രനാമം തെറ്റാനേ പാടില്ല എന്ന് പാരായണം ചെയ്യാതിരിക്കില്ല, അത് വലിയ തെറ്റാണ്. പാരായണം ചെയ്യണം, പക്ഷെ തെറ്റുകൂടാതെ പാരായണം ചെയ്യണം.
ആദ്യമൊക്കെ തെറ്റ് വന്നാലും കുഴപ്പമില്ല, ദേവി ശ്രീമാത എന്ന് പേര് ദേവിക്ക്. അതുകൊണ്ട് തന്നെ മാതാവ് എന്ത് ചെയ്യും, നമ്മളെ തെറ്റിനെ പതുക്കെ പതുക്കെ തിരുത്തി തരും. തിരുത്തണം നമ്മൾ. അപ്പോൾ തെറ്റുകൂടാതെ നമ്മളിത് പാരായണം ചെയ്യലാണ് ഉത്തമസ്തവാത്. പിന്നെ പതുക്കെ പതുക്കെ ഏതെങ്കിലും ഒരു നാമത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റഡ് ആവുക. ദേവിയുടെ ഏതെങ്കിലും ഒരു നാമം, ഏതെങ്കിലും ഒരു ഭാവം നമ്മൾ എടുക്കുക. അതിനെയാണ് നമ്മൾ ജപം, അല്ലേ? ജപത്തിന് ഒരു നാമം കാണും, അതിനൊരു ധ്യാനം കാണും, ഒരു രൂപം കാണും. ആ നാമം രൂപം ഉള്ളിൽ വച്ചിട്ടാണ് നമ്മൾ ജപം ചെയ്യണത്. ഉച്ച മന്ദത. ആദ്യമൊക്കെ ഉച്ചത്തിൽ ജപിക്കണം. കുറച്ചൊക്കെ ആദ്യമൊക്കെ പതുക്കെ ജപമാണെങ്കിൽ പിന്നെ ജപം ഇവിടെ നടക്കും, ആളെവിടേക്കെങ്കിലൊക്കെ പോകും, മനസ്സെവിടേക്കോ പോകും, ജപം ഇങ്ങനെ ജപിച്ചുകൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ട് ഉച്ചത്തിൽ ജപിക്കുമ്പോഴും നമുക്ക് ആ കേൾവി ചെവിയിൽ ഇങ്ങനെ വരും. അത് കുറച്ച് കോൺസെൻട്രേഷൻ വന്ന് പതുക്കെ മന്ദജപത്തിലേക്ക് കടക്കും. ഈ മന്ദജപം എന്ത് ചെയ്യും, പതുക്കെ ചിത്തജപമായി മാറും. എന്ന് വെച്ചാൽ മനസ്സിൽ ജപം, വെളിയിൽ ചുമ്മാ ഇരിക്കണു, ഉള്ളിൽ ജപം നടന്നുകൊണ്ടേയിരിക്കുന്നു. ജ്ഞാനദേവ മൗന ജപമാല അന്തരി എന്ന് പറഞ്ഞത്ര. ജ്ഞാനദേവൻ മൗനത്തിലിരിക്കണം എന്ന് വെച്ചാൽ വെളിയിൽ ബാഹ്യമായിട്ട് നോക്കിയാൽ മൗനമാണ്, പക്ഷേ ജപമാല അന്തരി, ഉള്ളിൽ അജപാജപം നടന്നുകൊണ്ടേയിരിക്കണം. അനുസൂതം ആ ജപം നടന്നുകൊണ്ടേയിരിക്കണം. ഇത് പതുക്കെ എന്ത് ചെയ്യും, ആ ജപം നമ്മളെ പതുക്കെ ധ്യാനം ഉത്തമമായ ധ്യാനത്തിൽ, ഒരു മെഡിറ്റേഷൻ പർപ്പസിൽ കൊണ്ടെത്തി. അപ്പോൾ ഇതൊരു മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നോളുക. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ്, ഇപ്പോൾ തുടക്കക്കാരിത് കേൾക്കണുണ്ടായിരിക്കാം, ചിലപ്പോൾ കുറേയൊക്കെ കേട്ട് സാധനാ പദ്ധതിയിൽ ഇരിക്കണവർ കേൾക്കണുണ്ടായിരിക്കാം. എന്തായാലും ഈ ദേവിയുടെ നാമത്തെ നമ്മൾ നിത്യനിരന്തരം പാരായണത്തിൽ വച്ചാൽ അതൊരു തപസ്സാണ്. ആ തപസ്സില്ലെങ്കിൽ, തപസ് എന്നുള്ള വാക്കിനെ തിരിച്ചിട്ട് നോക്കൂ, പതഹ എന്ന് പറയും, പതനം, നമ്മൾ വീണുപോകും. തപസ്സില്ലാത്തടത്തോളം നമ്മൾ വീണു പോകും. തപസ്സുള്ളത് നമ്മളെ ഉത്തേജിപ്പിക്കും, ഉയർത്തും നമ്മളെ. അപ്പോൾ അങ്ങനെയുള്ള ദേവിയുടെ നാമത്തിൽ നമ്മൾ 55 നാമങ്ങളാണ് നമ്മൾ വിചാരം ചെയ്തത്. അതിൽ 55ാമത്തെ നാമം ഒന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കയറാം. സുമേരു മധ്യശൃംഗസ്ഥ. സുമേരു, മേരു പർവ്വതത്തിൻ്റെ മധ്യത്തിലായിട്ട്, മുകുടത്തിൽ, അത് ഏറ്റവും ടോപ്പിൽ ഇരിക്കണതായിട്ടുള്ളവൾ എന്നർത്ഥം. കാരണം കാണപ്പെടുന്നതായിട്ടുള്ള ഒരു ടോപ്പ് വിഷൻ ഭഗവതിയാണ്. അതിലൊരു ത്രികോണം, ഏറ്റവും മുകളിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇരിക്കും. ഇപ്പോൾ ശ്രീചക്രമൊക്കെ കണ്ട ഏറ്റവും സെൻറ്റേർഡ് ആയിട്ടുള്ളൊരു പോയിന്റ്, ബിന്ദു എന്ന് പറഞ്ഞാൽ സെൻറ്റർ എന്നർത്ഥം. ആ സെൻറ്റേർഡ് ആയിട്ടുള്ള പോയിന്റിനെ ആനന്ദമയം എന്ന് പറയും. അവിടെയാണ് ആനന്ദം ഇരിക്കുന്നത്. അവിടെ ടച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് വാസ്തവത്തിൽ ആനന്ദം വരണത്. ആ ആനന്ദം ഹൃദയത്തിൻ്റെ സ്വരൂപമാണ്. ആനന്ദോ ബ്രഹ്മേ ദിവ്യജാനാത് എന്നാണ് വേദം പറയുന്നത്. ആനന്ദം ബ്രഹ്മസ്വരൂപമാണ്, ആത്മാവിൻ്റെ സ്വരൂപമാണ്. പക്ഷെ നമ്മൾ അതിനെ വെളിയിൽ ഏതെങ്കിലും വസ്തുവിൽ പോയി ആരോപിക്കണു. ആ ആരോപിക്കണ പൊരുളിലൊന്നും ആനന്ദമൊന്നുമില്ല. ആനന്ദം നമ്മുടെ ഉള്ളിലാണ്, അത് ആത്മാവിൻ്റെ തന്നെ സ്വരൂപമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു വലിയ ഒരു ഡീപ്പായിട്ടുള്ള വിഷയമാണ്. അതിനെ നമ്മൾ സർഫസിൽ നിന്ന് ഒന്ന് ടച്ച് ചെയ്ത് പോയി. അടുത്ത 56ാമത്തെ ശ്ലോകം. ശ്രീമൻ നഗരനായിക. ശ്രീമത് നഗര നായിക. ശ്രീമത്ത് എന്ന് പറഞ്ഞാൽ നല്ല ഐശ്വര്യ സമ്പത്തായിട്ടുള്ള നഗരത്തിന് നായിക, നഗരത്തിൻ്റെ നായികയാണ്. ഐശ്വര്യവത്തായിട്ടുള്ള നഗരത്തിൻ്റെ നായിക. എവിടെയാണ് ഈ ഐശ്വര്യവത്ത് എന്ന് പറയുന്നത്? ശ്രീ എന്ന വാക്കിന് ഐശ്വര്യം എന്നർത്ഥം, ധനം എന്നർത്ഥം. ശ്രീ എന്ന വാക്കിന് വേദം എന്ന് തന്നെ അർത്ഥം. അപ്പോൾ വേദമാകുന്ന നഗരത്തിൽ അധിപതിയായിട്ടുള്ളവൾ, നായികയായിട്ടുള്ളവൾ എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ബ്രഹ്മവിദ്യ, വേദം എന്ന് പറഞ്ഞാൽ തന്നെ ശ്രുതി എന്നർത്ഥം. ശ്രുതി മാത എന്ന് പറയും. എന്ന് വെച്ചാൽ വേദം എന്ന് പറയുന്നത് തന്നെ ഒരു സ്ത്രീലിംഗമാണ്, ശ്രുതിയാണ്, ശ്രുതി മാതാവാണ്, അമ്മയാണ്. അപ്പോൾ ആ ശ്രുതിയിൽ വിലസുന്നവൾ എന്നർത്ഥം. അക്ഷരരൂപത്തിൽ, പ്രാണരൂപത്തിൽ ഒക്കെ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പരമേശ്വരിയാണ്. വേദം എന്ന് പറഞ്ഞാൽ പ്രാണനാണ് അർത്ഥം. വേദ പാരായണം എന്ന് പറയുന്നത് പ്രാണായാമമാണ്. കാരണം നമുക്ക് ഈ പാരായണമൊക്കെ ചെയ്യുന്ന സമയത്ത് ഉദാത്തം അനുദാത്തം ഒക്കെ ഉണ്ട്. ഉച്ചത്തിൽ കുറച്ച് കയറ്റി പറയണം, ഇറക്കി പറയണം, ഇങ്ങനെയൊക്കെ ഉണ്ട്. ആ പറയണതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ പ്രാണായാമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, വ്യായാമമാണ് ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ശ്വാസത്തിനെ പിടിക്കുക, ശ്വാസത്തിനെ വിടുക, ഇങ്ങനെയുള്ള പ്രക്രിയയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഈ പ്രാണൻ്റെ സൂക്ഷ്മ മനസ്സാണ്. ഈ പ്രാണനെ നമ്മൾ മന്ത്രത്തിലൂടെ നിയന്ത്രിച്ച് മനസ്സ് ഒരിടത്ത് അടങ്ങണം. ഇതാണ് മന്ത്രത്തിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറയുന്നത്.
അതുകൊണ്ട് ആ ശ്രീമത്തായിട്ടുള്ള വേദമാകുന്ന നഗരത്തിൽ വിലസുന്നവൾ അല്ലെങ്കിൽ അധിപതിയായിട്ടുള്ളവൾ എന്നൊരർത്ഥം. ഇനി നഗരത്തിന് പുരം എന്നൊരു വാക്കുണ്ട്, സിറ്റി, അങ്ങനെ ഒരു പ്രധാന ടൗൺ എന്ന് നമ്മൾ പറയും. വേദം പറയണത് ഒരു 9 പുരങ്ങളുണ്ടെന്നാണ്. 9ഉം പിന്നെ 2 പുരങ്ങൾ എക്സ്ട്രാ കൂടെ വേദം പറയുന്നുണ്ട്, 11 പുരങ്ങൾ. ഈ പുരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ സിറ്റി, 11 സിറ്റി കൊണ്ട് നടക്കുകയാണ് നമ്മൾ. ഈ ശരീരമാകുന്ന സിറ്റി അത് വെറും ഓട്ടയാണത്രയും. പുരമേകാദശദ്വാരം അജസ്യാവക്രചേതസഃ അനുഷ്ഠായന ശോചതി വിമുക്തശ്ച വിമുച്യത്തെ ഏതത് വൈ തത്. കഠോപനിഷത്ത് പറയണു, പുരം ഏകാദശദ്വാരം, 11 സിറ്റി. എങ്ങനെയുള്ള സിറ്റിയാണെന്ന് പറഞ്ഞാൽ ദ്വാരമാണ് അത്ര, കവാടങ്ങളാണ്. ഓരോ കവാടത്തിലൂടെ പ്രാണൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഓരോ കവാടത്തിലൂടെ ഈ വേസ്റ്റ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വേസ്റ്റ് നിറഞ്ഞ ഒരു കവാടം, ഒരു 11 കവാടമാണ് ഇരിക്കുന്നത്. മാണിക്യവാചകർ സ്വാമിയും സമാനമായിട്ടുള്ളൊരു പാട്ടിൽ പറഞ്ഞു, നമ്മൾ ശിവപുരാണത്തിൽ തിരുവാചകത്തിൽ പറയുന്നു, മറൈന്തിട മൂടിയ മാயை ഇരുളை அறம் பாவம் என்னும் அரும் கயற்றால் கட்டி புறம் தோல் போர்த்து எங்கும் புழு அழுக்கு மூடி மலம் சோறும் 9 வாயில் குடிலே மலங்கப்புலன் 5ഉം വഞ്ചனை செய்ய. മറൈന്തിട മൂടിയ മാயை ഇരുളை, ഈ പ്രാരാബ്ധമാകുന്ന ഈ മായ ഇരുള്, അറം പാവും എന്നും അറും കയറ്റാൽ കെട്ടി. ഈ പ്രാരാബ്ദം നമ്മുടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബുദ്ധിയിൽ പോയി ബാധിച്ചിട്ട് ഇത് നല്ലതാണോ, ഇത് ചീത്തയാണോ, ഇത് പുണ്യമാണോ, ഇത് പാപമാണോ, ഇത് നല്ലത്, ഇത് ചീത്ത, ഇത് എൻ്റെ ആള്, ഇത് നിൻ്റെ ആള്, ഇങ്ങനെ ഒരു ഭാവത്തെ കൊണ്ടുവരണു. അങ്ങനെയുള്ള വലിയൊരു പാശം, ഒരു കയറ് കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. പുറം തോൽ പോർത്ത്, ആ പാശം എന്താന്ന് വെച്ചാൽ ഈ മനസ്സാണ്. ഈ മനസ്സിനെ പുറം തോല് കൊണ്ട് കെട്ടിവെച്ചിരിക്കുകയാണ്. പുറം തോൽ പോർത്ത് എങ്കും പുഴു അഴുക്ക്. മുഴുവൻ എന്താ? ശരീരേ പാപ്മനോഹിത്വ, ശരീരം മുഴുവൻ പാപമാണ്. ആ പാപം കൊണ്ട് മലം ചോറും, അതുള്ളിൽ നിന്ന് മലം എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തത് എന്നർത്ഥം, വേസ്റ്റ്. വെളിയിൽ വരണതൊക്കെ വേസ്റ്റാണ്. എന്തൊക്കെയോ പറയണു അല്ലേ, കാലത്തായ എന്തൊക്കെയോ പറഞ്ഞ് വേസ്റ്റുള്ള ഒരു ഗുണമില്ലാത്ത കാര്യത്തിനെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കണു. കണ്ണ് ഒരു ഭദ്രമില്ലാത്തതിനെ കണ്ടുകൊണ്ടിരിക്കണു. കാത് എന്തൊക്കെയോ കേട്ടുകൊണ്ടിരിക്കണു അല്ലേ, എന്തൊക്കെയോ വാങ്ങിച്ച് തേക്കണു, ഉള്ളിൽ എന്തൊക്കെയോ വിടണു വേസ്റ്റ് അല്ലേ. കഴിക്കണത് പോലും എന്തൊക്കെയോ വേസ്റ്റൊക്കെയാണ് കഴിക്കണത്. ഇതെല്ലാം കഴിച്ച് മലം ചോറും 9 വായിൽ കുടിലേ, 9 വായുണ്ടത്ര. അതാന്ന് വെച്ചാൽ ഈ കണ്ണ്, മൂക്ക്, ഇതെല്ലാം 9 വായാണ്. ഇതിലൂടെയൊക്കെ മലം പോയിക്കൊണ്ടിരിക്കുകയാണ്. 9 വായിൽ കുടിലെ മലങ്കപ്പുലൻ 5ഉം വഞ്ചനൈ ചെയ്യ. ഇതിനൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് ആരാന്ന് വെച്ചാൽ പുലങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഇന്ദ്രിയങ്ങൾ. വെളിയിൽ പോയി എന്തൊക്കെയോ കുപ്പ പറക്കി വരണു. ഇത് ഉള്ളിൽ ദഹിക്കാതെ കിടക്കുകയാണ് അല്ലേ. ആശയാകുന്ന ആ ഒരു ഗ്യാസ് പ്രോബ്ലം, ഇത് ദഹിക്കാതെ തവിട്ടി വെളിയിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ രമണ മഹർഷി അപ്പളപ്പാട്ടിൽ ഒരു പാട്ട് പറഞ്ഞിരിക്കണു, സത്സംഗമാകും പിരണ്ടൈ രസത്തുടൻ ഉപരതിയാകും ജീരകമുളകുടൻ. അങ്ങനെയുള്ള ഒരു പപ്പടം ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കൂ, അത് കഴിച്ചാൽ നമ്മുടെ ആശ അങ്ങോട്ട് തീരും എന്നൊരു വളരെ ഗംഭീരമായിട്ടുള്ളൊരു പാട്ട്, അപ്പളപ്പാട്ട് എന്ന് പറഞ്ഞൊരു പാട്ടിൽ പറയുന്നുണ്ട്. അതുപോലെ ഈ ആശയാകുന്ന ഈ മലത്തിനെ മുഴുവൻ ഉള്ളിൽ വെച്ചിട്ട് ഇതിങ്ങനെ വെളിയിൽ പുറപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് എന്ന് പറയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ, നഗരം എന്ന വാക്കിന് പുരം എന്നൊരർത്ഥം വേദം പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥാനം, ഓരോ സ്ഥാനം ഉണ്ടല്ലോ ശരീരത്തിൽ, ഓരോ സ്ഥാനത്തിന് ഓരോ പുരങ്ങളെന്ന് പേരുണ്ട്. ആ പുരങ്ങൾക്കെല്ലാം അധിപതി, കാരണം അതിനൊക്കെ പ്രവർത്തിപ്പിക്കണത് ആരാണ്? ഇപ്പം ദഹനം ചെയ്യിപ്പിക്കണത് ആരാണ് അല്ലേ? യാദേവി സർവഭൂതേഷു ക്രിയാരൂപേണ സംസ്ഥിത, സർവക്രിയയും ചെയ്യാൻ കാരണം ആരാണ്? ദേവിയാണ്. ക്ഷുതാരൂപേണ സംസ്ഥിത അല്ലേ. വിശപ്പ് വരുമ്പോൾ ദേവിയെ ഭജിക്കുക അല്ലേ. വിശപ്പ് വരണു, ദാഹം വരണു, എന്തെങ്കിലും കേൾക്കണം അല്ലെങ്കിൽ കാണണം, ഇതിനൊക്കെ ഒരു ശക്തി എന്നാണ് നമ്മൾ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ശക്തി പരമേശ്വരിയുടെ സ്വരൂപമാണ്. ആ സ്വരൂപത്തെയാണ് നമ്മൾ ഇതിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്, രുചിച്ചുകൊണ്ടിരിക്കുന്നത് ഒക്കെയും ആ ദേവിയാണ്. അതിനൊക്കെ അധിപതിയായിട്ടിരിക്കണു എന്നർത്ഥം, നായികയായിട്ടിരിക്കണു, ഈ ശരീരത്തിന് അധിപതിയായിട്ടിരിക്കണു, ഇതിനെ പ്രവർത്തിപ്പിക്കണു എന്ന്
പറയുന്നുണ്ട്. അപ്പോൾ ആരാ നായികയാണെങ്കിൽ നായകനാരാ? ഇതിനൊക്കെ പ്രവർത്തിപ്പിക്കുന്നത് നായികയാണ്. നായകൻ ആത്മസ്വരൂപമായിട്ടുള്ള ആ പരമേശ്വരൻ തന്നെയാണ്. ആ പരമേശ്വരൻ്റെ പട്ടമഹിഷിയാണ് ഈ പരമേശ്വരി എന്ന് ഒരർത്ഥം. ഇനി പൊതുവിൽ നമുക്ക് പുരാണം ബേസ് ചെയ്തുള്ള അർത്ഥം നോക്കുന്ന സമയത്ത് ശ്രീമൻ നഗരനായിക, ശ്രീമത്തായിട്ടുള്ള ഐശ്വര്യസമ്പത്തായിട്ടുള്ള നഗരങ്ങളുണ്ട്, ആ നഗരത്തിനൊക്കെ നായികയാണ് എന്നൊരു നാമം. അത് എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ ഒരു 9 പർവ്വതങ്ങളും 7 നഗരങ്ങളും. അതായത് 7 നഗരങ്ങളെന്ന് പറയുന്നത് സാഗരങ്ങളാണ്. അപ്പോൾ ആ 7 സാഗരങ്ങളും 9 പർവ്വതങ്ങളുമാണ് ദേവി പ്രസിദ്ധമായിട്ടിരിക്കുന്ന ഒരു സ്ഥാനം എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഓരോ പേര് ഞാനിപ്പോൾ പറയാം. മേരുപൃഷ്ഠം, നിഷദം, ഹേമകുടം, ഹേമഗിരി, ഗന്ധമാധനം, നീലമേഷം, ശൃംഗം, മാഹേന്ദ്രം, മഹാഗിരി, ഇങ്ങനെ 9 പർവ്വതങ്ങൾ. ഈ 9 പർവ്വതവും ദേവിയുടെ വാസസ്ഥലമാണ് എന്ന് പറയുന്നുണ്ട്. പിന്നുള്ളത് 7 സമുദ്രങ്ങൾ: ലവണസമുദ്രം, ഇക്ഷുസമുദ്രം, സുരാസമുദ്രം, കൃതസമുദ്രം, ദതിസമുദ്രം, ക്ഷീരസമുദ്രം, ശുദ്ധജലസമുദ്രം. ഇത് ജസ്റ്റ് ഒരു നോളജിന് വേണ്ടി പുരാണങ്ങൾ പ്രതിപാദിക്കുന്നതായിട്ടുള്ള 16 നഗരങ്ങൾ. ഇതിൽ ഈ 16 നഗരങ്ങളും ഒന്ന് ദേവശില്പിയും അസുരശില്പിയും കൂടെ ആയിട്ട് ദേവിക്ക് പണി തീർത്തു കൊടുത്തത്. എന്താണെന്ന് വെച്ചാൽ ഈ ദണ്ഡാസുര വധത്തിന് ശേഷം ദേവിയുടെ ആ കോപത്തെ ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെല്ലാം കൂടെ ഗൂഢാലോചന ചെയ്തിട്ട് ദേവശില്പിയെ കൊണ്ട് കുറച്ച് നഗരങ്ങളെ സൃഷ്ടിച്ചു കൊടുത്തു, അസുരശില്പി കൊണ്ട് കുറച്ച് നഗരങ്ങളെ സൃഷ്ടിച്ചു കൊടുത്തു. അങ്ങനെ വിശ്വകർമാവാണ് ദേവശില്പിയും മയൻ അസുരശില്പി. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഇത്ര നഗരങ്ങളെ ദേവിക്ക് കൊടുത്തു എന്നർത്ഥം. ഇതെല്ലാം നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിരിച്ചു പോകാനുള്ള സമയമില്ല. അങ്ങനെ പിരിച്ചു പോയാൽ തന്നെ എല്ലാ നഗരത്തിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ് എന്ന് വെച്ചാൽ ഈ നമ്മുടെ ഉള്ളിലേക്ക് വന്ന് നിൽക്കും. അത് രമണ ഭഗവാൻ പറയണത് ചുങ്കച്ചാവടി തപ്പാത് പറയത്രേ. എന്ന് വെച്ചാൽ ഈ ചെക്ക് പോസ്റ്റ് എത്രയൊക്കെ എവിടെ കൂടെയൊക്കെ കറങ്ങിയാലും ചെക്ക് പോസ്റ്റ് നമ്മൾ മറികടക്കാൻ പറ്റിയില്ലേ, ചെക്ക് പോസ്റ്റിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കും അത്ര. ചുങ്കച്ചാവടി തപ്പാതെ ഏതൊക്കെ വഴി കൂടെ പോയിക്കോട്ടെ, ഉപാസന മാർഗത്തിൽ പോയിക്കോട്ടെ, ഈ മെഡിറ്റേഷൻ മാർഗത്തിൽ പോയിക്കോട്ടെ, ഇനി ഭക്തി മാർഗത്തിൽ പോയിക്കോട്ടെ, ജ്ഞാനമാർഗത്തിൽ പോയിക്കോട്ടെ, എവിടെ കൂടെയൊക്കെ പോയാലും ആത്മജ്ഞാനം അല്ലെങ്കിൽ സെൽഫ് എൻക്വയറി എന്നുള്ള അവസ്ഥയിൽ വന്ന് നിൽക്കാതെ ആർക്കും ഇതിനെ ഭേദിക്കാനേ സാധ്യമല്ല എന്ന് ഭഗവാൻ പറയണത് പോലെ ഇതിനൊക്കെ ആധാരമായിട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആത്മവിദ്യയാണ്, അവരവൻ്റെ ഉള്ളിലാണ്. അത് വെളിയിൽ എവിടെയൊക്കെയോ നമ്മൾ തേടിപ്പോവും. ലവണസമുദ്രം തേടിപ്പോവും, ദതിസമുദ്രം തേടിപ്പോവും, ഘൃതസമുദ്രം തേടിപ്പോവും, ക്ഷീരസമുദ്രം തേടിപ്പോവും. എവിടെയൊക്കെ നമ്മൾ ചുമ്മാ പേരിട്ട് പോയാലും അവിടെയൊക്കെ പോയാലും നമുക്ക് വാസ്തവത്തിൽ ശാന്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ വാസ്തവത്തിൽ ശാന്തിയേ ഇല്ല. ശാന്തി നമ്മുടെ ഉള്ളിൽ അടക്കമാണ്, നമ്മുടെ സ്വരൂപമാണ്. അതിനെ അറിയാത്തടത്തോളം നമുക്ക് ശാന്തിയെ ഉണ്ടാവില്ല. ഇത് പൊതുവിൽ നോളജിൽ പറയണു. വാസ്തവത്തിൽ നമുക്ക് ആവശ്യം വേദമാകുന്ന മാതാവ് വേദത്തിൽ വിഹരിച്ചിരിക്കണമെന്ന് ഒരു അർത്ഥം. അടുത്ത നാമം 57 ചിന്താമണി ഗൃഹാന്തസ്ഥ. ചിന്താമണി ഗൃഹാന്തസ്ഥ. ചിന്താമണി എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി തരുന്ന ഒരു രത്നം എന്ന് പറയുന്നുണ്ട്. ഇതിന് ഇംഗ്ലീഷിൽ ആൽക്കമി എന്നൊക്കെ പറയും, കെമിക്കൽ നെയിം ആൽക്കമി എന്ന് പറയും. അതായത് ഇതുകൊണ്ട് ഏതൊരു പൊരുളിനെ തൊട്ടാലും അത് സ്വർണമായി മാറും അത്ര, ഇങ്ങനെയാണ്, രത്നമായി മാറും എന്നൊക്കെ പറയുന്നുണ്ട്. ദേവി ഏതൊരു പൊരുളിനെയാണോ പോയി തൊടണത്, ഈ ചിന്താമണി ഗൃഹാന്തസ്ഥ, ചിന്താമണി ഏതൊരു പൊരുളാണോ അല്ലെങ്കിൽ ഏതൊരു ജീവനാണോ ദേവിയെ നിത്യനിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് രത്നമായി മാറണു എന്നൊരർത്ഥവും കൂടെ ഇവിടെ പറയണു. ഗൃഹാന്തസ്ഥ, ഈ ചിന്താമണി കൊണ്ട് നിർമ്മിച്ചതായിട്ടുള്ള ഗൃഹത്തിൻ്റെ ഉള്ളിൽ വസിക്കണവൾ എന്നർത്ഥം. എന്താന്ന് വെച്ചാൽ ഇതിനെ തൊട്ട ചിന്താമണിയാവും അല്ലേ, സ്വർണമാവും, നമ്മൾ ഒരു പ്രഷ്യസായി മാറും ആ ഗൃഹത്തിൽ തന്നെ പോയാൽ. എന്ന് വെച്ചാൽ ആ ദേവിയുടെ വാസസ്ഥലത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. എവിടെ ആ ദേവിയുടെ വാസസ്ഥലം എന്ന് പറഞ്ഞാൽ ദേവി നാമപാരായണ പ്രീതായേ നമഃ. നമ്മുടെ നാമപാരായണം എവിടെ നടത്തണോ അവിടെ ദേവിയുടെ വാസം ഉണ്ടാവും. എന്ന് വെച്ചാൽ ദേവി അവിടെ പ്രീതയാണ്. എല്ലാവർക്കും പ്രീതിയുള്ള സ്ഥലത്തല്ലേ എല്ലാവരും പോവുള്ളൂ. ആർക്കും ഇഷ്ടമില്ലാത്ത സ്ഥലത്തൊന്നും ആരും പോവില്ല അല്ലേ.
അപ്പോൾ ദേവിക്ക് എപ്പോഴും പ്രീതിയുള്ള സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ നാമപാരായണം എവിടെ നടക്കണോ അവിടെയാണ് ദേവിക്ക് പ്രീതിയുള്ള സ്ഥലം. ആ സ്ഥലത്തിൽ പോയി ദേവി വസിക്കും അത്രേ. അപ്പോൾ എവിടെയൊക്കെ നാമപാരായണം ഉണ്ടോ അവിടെയൊക്കെ ദേവിയുണ്ട്. ആ ദേവി വസിക്കണ സ്ഥാനം ഉണ്ടല്ലോ, ചിന്താമണിയാണ്. അത് തൊട്ടാ നമ്മൾ പ്രഷ്യസായി മാറും. അതേ ചിന്താമണി തൊട്ടാ സ്വർണമാക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പലവരും പറഞ്ഞിരിക്കുന്നു ചിന്താമണിയെ കൊണ്ട് ഗുരുവിനെ ഉപമിച്ചു. അപ്പോൾ ആചാര്യസ്വാമി പറഞ്ഞു ചിന്താമണിയെ കൊണ്ട് ഗുരുവിനെ ഉപമിക്കുന്നതൊക്കെ വെറും ഹീനോപമയാണ്. കാരണം ചിന്താമണി കൊണ്ട് ഒരു ലോഹത്തെയോ എന്തിനെങ്കിലും തൊട്ടാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിനെ തൊട്ടാൽ അത് സ്വർണമേ ആവുള്ളൂ. പക്ഷെ ഗുരു ആരെയാണോ തൊടണത് അവനെ ഗുരു തന്നെ ആക്കി മാറ്റണം. എന്ന് വെച്ചാൽ ഗുരു ഏതൊരു ശാന്തി നിലയിലാണോ ഇരിക്കണത് ആ നിലയിൽ തന്നെ ഒരു ജീവനെ കൊണ്ടെത്തിക്കണു എന്ന് ഒരർത്ഥം. ഇനി ചിന്താമണി, ചിന്താശക്തി എന്നർത്ഥം. മനസ്സിൻ്റെ സ്വരൂപമാണ് വിക്ഷേപം, ചിന്ത അല്ലെങ്കിൽ സങ്കല്പം ഒക്കെ പറയണത്. ആ മനസ്സാകുന്ന ഗൃഹത്തിൻ്റെ ഉള്ളിലിരിക്കണവൾ എന്നർത്ഥം. മണിഗ്രഹത്തിലിരിക്കണവൾ, ഒരു മണിരൂപത്തിൽ, ഒരു ത്രികോണമായിട്ടിരിക്കണ ഒരു രൂപത്തിലിരിക്കണം. കാരണം ഈ ചിന്ത ഇങ്ങനെയാണ്, അവിടെ പോകുമ്പോൾ ഇവിടെ പോകും, ഇവിടെ പോകുമ്പോൾ അവിടെ പോകുമില്ലേ, അവിടെ പോകുമ്പോൾ അവിടെ നല്ലതെന്ന് തോന്നും, തിരിച്ച് ഇവിടെ വരും, ഇങ്ങനെ ഓരോ സ്ഥലത്ത്. ത്രികോണാന്തരദ്വീപികായേ നമഃ. ഈ ത്രികോണത്തിൽ പോയി ഇരിക്കണവൾ എന്നർത്ഥം. എന്ന് വെച്ചാൽ അവിടെ പോകും, ഇവിടെ പോകും, ഈ മനസ്സിൻ്റെ ഒരു ചാഞ്ചാട്ടം. ഇനി ചിന്താശക്തിയെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇനിയൊരർത്ഥം ലൗകികപരമായിട്ട് നമ്മൾ നോക്കിയാൽ ചിന്താമണി ഗൃഹാന്തസ്ഥ എന്ന വാക്കിന് നമ്മൾ ചിന്ത ചെയ്യണത് എന്താ? നമ്മുടെ ആഗ്രഹങ്ങൾ. നമുക്കിനി ഇത് നേടണം, ഇത് വേണം, അത് വേണം, സൗഖ്യമായിട്ടിരിക്കണം, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളെ നിറവേറ്റിത്തരണവൾ എന്നൊരർത്ഥമുണ്ട് ചിന്താമണി ഗൃഹാന്തസ്ഥ. ആ ആഗ്രഹം നിവർത്തി തരണവൾ എന്നൊരർത്ഥം. ഇനി ഗൃഹാന്തസ്ഥ, ഗൃഹം എന്ന് പറഞ്ഞാൽ ഒരു ഹൗസ് എന്നർത്ഥം, വീട് എന്നർത്ഥം. അപ്പോൾ നമ്മുടെ ശരീരം ഒരു വീടാണ്. ശരീരം ബോഡി എന്ന് പേര്. ഇറ്റാലിയൻ ഭാഷയിൽ ബോഡിം എന്ന് പറഞ്ഞാൽ ഡിവെല്ലിംഗ് പ്ലേസ് എന്ന് വെച്ചാൽ ഒരു ഗൃഹം എന്നർത്ഥം. ആ ബോഡിയുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം എന്താണെന്ന് വെച്ചാൽ അത് പരമേശ്വരനാണ്. അപ്പോൾ ശരീരം എന്നൊരു നാമം, ഗൃഹാന്തസ്ഥ, ആ ശരീരത്തിൻ്റെ ഉള്ളിൽ കുടികൊള്ളണതായിട്ടുള്ളവൾ എന്നൊരു അർത്ഥം തുടർന്ന് നമുക്ക് നാളെ കാണാം. അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല.